ഹായ്, പല ജോണർ ഓഫ് ഫോട്ടോഗ്രാഫി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്തുകൊണ്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതെന്ന് വെച്ചാൽ, ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറിന് ഏത് ജോണർ ഓഫ് ഫോട്ടോഗ്രാഫിയും വളരെ ഈസി ആയിട്ട് വഴങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ടെന്നാൽ ഈ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് വളരെ പരിമിതമായിട്ടുള്ള സമയവും വളരെ പരിമിതമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് കണ്ടീഷനൊക്കെയാണ് കിട്ടുന്നത്. അതിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും അടിപൊളിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ജീബെല്ലോ എന്ന ബ്രാൻഡിന് വേണ്ടി ഷൂട്ട് ചെയ്യാനാണ് ഞാൻ പോയിരുന്നത്. എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറേ അധികം പ്രോഡക്റ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തിനാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള കുറച്ച് അക്സസറീസൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്ലോത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആയിരുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫ്രെയിമുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ആക്സസറീസ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റപ്പ് ചെയ്യുന്നതിനൊക്കെ സഹായിച്ചു. 54 ആക്സസറീസ് ആണ് നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. കളേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് എഡിറ്റിംഗ് വർക്ക് വളരെ ഈസി ആയിരുന്നു. എടുത്തതിൽ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.